നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ ടീം വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇപ്പോൾ അത്ര മികച്ച രൂപത്തിലല്ല. അതുകൊണ്ട് തന്നെ ഈ മാസത്തെ 2 മത്സരങ്ങളും വിജയിക്കുക എന്നതിൽ കുറഞ്ഞ് ഒരു ലക്ഷ്യവും ഡൊറിവാൾ ജൂനിയർക്കും സംഘത്തിനുമില്ല. ആദ്യ മത്സരം വരുന്നത് സെപ്റ്റംബർ 7 പുലർച്ചെ ഇന്ത്യൻ സമയം 6:30 ഇക്വഡോറിനെതിരെയാണ്. രണ്ടാം കളി സെപ്റ്റംബർ 11 രാവിലെ 6 മണിക്ക് പരാഗ്വയ്ക്കെതിരെയാണ്. ഇപ്പോൾ ഈ കളികൾക്കായിട്ടുള്ള ബ്രസീലിയൻ ടീമിൻ്റെ ക്യാമ്പ് ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ആരംഭിച്ചു. അതിൽ 8 താരങ്ങളെ വെച്ചുകൊണ്ടാണ് ട്രെയിനിങ് നടത്തിയത്. വേറെ ഒരു 6 താരങ്ങൾ കൂടി ഓൾറെഡി ഇന്നലെ ക്യാമ്പിലെത്തിയിട്ടുണ്ട്. അതായത് 14 താരങ്ങൾ ഓൾറെഡി ഇപ്പോൾ ബ്രസീലിയൻ ടീമിൻ്റെ ക്യാമ്പിലുണ്ട്. ബാക്കി താരങ്ങൾ ഇന്നത്തെ ദിവസത്തോടു കൂടി ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നാണ് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുക, 14 അത്ലറ്റ്സ് ഉണ്ട്. അതിൽ 8 താരങ്ങളാണ് ബോളുമായിട്ട് ഇന്നലെ ട്രെയിനിങ് നടത്തിയത്. അത് ഗോൾ കീപ്പർ ബെൻഡോ എഡേഴ്സൺ, ഗോൾ കീപ്പർമാരായിട്ടുള്ള ബെൻഡോയും എഡേഴ്സണും, അതുപോലെ തന്നെ ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സായിട്ടുള്ള ആന്ദ്രേ, ഗബ്രിയൽ മെഗല്ലസ്, ജാവോ ഗോമസ്, ലൂക്കാസ് പക്വേറ്റ, ലൂയിസ് എൻറിക്ക, വെൻഡൽ എന്നിവരാണ് ഇന്നലെ ബോളുമായിട്ട് ട്രെയിനിങ് നടത്തിയിട്ടുള്ളത്. മറ്റൊരു 6 പേര് എസ്റ്റവായോ വില്യൻ, ഗേഴ്സൺ, ഗുയർമ അരാന, ലൂക്കാസ് മൗറോ, ദെൻ പെഡ്രോ വില്യൻ. ഈ താരങ്ങൾ കഴിഞ്ഞ ദിവസം അവരുടെ ടീമിനോടൊപ്പം കളിച്ച് ഇപ്പം ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ട്രെയിനിങ്, അതായത് റണ്ണിങ് പോലെയുള്ള ട്രെയിനിങ്ങുകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ബോൾ കൊണ്ട് അവർ ട്രെയിനിങ് നടത്തിയിട്ടില്ല. ബാക്കി താരങ്ങൾ അധികം വൈകാതെ തന്നെ ടീമിനോടൊപ്പം ചേരും. എദർ മിലിറ്റാവോ, എൻറിക്, റോഡ്രിഗോ, വിനി ജൂനിയർ, അതുപോലെ തന്നെ ബ്രൂണോ ഗുയിമേറസ്, പിന്നെ മറ്റ് 4 താരങ്ങളും കൂടി, അതായത് അലിസൺ, ഡാനിലോ, ബെറാൾഡോ, മാർക്കിന്യൂസ് തുടങ്ങിയവർ ഇന്നത്തെ ദിവസത്തോടു കൂടി ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും 3 മത്സരങ്ങൾ, 6 കളികൾ കളിച്ചതിൽ 3 തോറ്റിരിക്കുകയാണ് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ. ആകെ ഉള്ളത് 2 വിജയങ്ങളാണ്, പിന്നെ ഒരു സമനിലയാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രസീൽ ടീമിന് മുന്നോട്ട് പോകണമെങ്കിൽ വിജയിച്ചേ പറ്റൂ. അതിനനുസരിച്ചുള്ള ഒരു മാറ്റം അവരുടെ പ്രകടനത്തിൽ ആരാധകർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആദ്യം പ്രഖ്യാപിച്ച ടീമിൽ നിന്ന് 2 മാറ്റങ്ങൾ ഡൊറിവാൾ ജൂനിയർക്ക് വരുത്തേണ്ടി വന്നിട്ടുണ്ട്. അതായത് പരിക്ക് പറ്റിയ യാൻകൂട്ടോ, സാവിഞ്ഞോ എന്നിവരെ ഒഴിവാക്കി പകരം വില്യം, ലൂക്കാസ് മൗറ എന്നിവരെ ടീമിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രസീലിൻ്റെ പുതുക്കിയ സ്ക്വാഡ് ഇങ്ങനെയാണ്. ഗോൾ കീപ്പർമാരായിട്ട് ആലിസൺ, ബെൻഡോ, എഡേഴ്സൺ എന്നിവരാണുള്ളത്. ഫുൾ ബാക്കുമാരായിട്ട് യുവൻറ്റസിൻ്റെ ഡാനിയിലോ, ക്രുസൈറോയുടെ വില്യം, അദ്ദേഹത്തെ യാൻകൂട്ടോക്ക് പകരം പിന്നെ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നതാണ്. ദെൻ ഗുയർമോ അരാന അത്ലറ്റിക്കോ MGയുടെ, അതുപോലെ തന്നെ പോർട്ടോയുടെ വെൻഡൽ എന്നിവരുണ്ട്. സെൻട്രൽ ബാക്കുമാരായിട്ട് PSG-യുടെ ബെറാൾഡോ, റയൽ മാഡ്രിഡിൻ്റെ എദർ മിലിറ്റാവോ, ആഴ്സണലിൻ്റെ ഗബ്രിയൽ മെഗല്ലസ്, PSG-യുടെ മാർക്കിന്യൂസ്. മധ്യനിരയിൽ വോൾവർഹാംപ്റ്റൻ്റെ ആൻഡ്രേ, ന്യൂക്യാസിലിൻ്റെ ബ്രൂണോ ഗുയിമേറസ്, ഫ്ലെമിംഗോയുടെ ഗേഴ്സൺ, വോൾവർഹാംപ്റ്റൻ്റെ ജാവോ ഗോമസ്, വെസ്റ്റ് ഹാമിൻ്റെ ലൂക്കാസ് പക്വേറ്റ, റയൽ മാഡ്രിഡിൻ്റെ റോഡ്രിഗോ എന്നിവരാണുള്ളത്. മുന്നേറ്റ നിരയിൽ റയൽ മാഡ്രിഡിൻ്റെ എൻറിക്ക്, പാൽമിറാസിൻ്റെ എസ്റ്റവായോ, ബൂട്ടഫാഗോയുടെ ലൂയിസ് എൻറിക്കെ, ഫ്ലെമിംഗോയുടെ പെഡ്രോ, സാവോപോളോയുടെ ലൂക്കാസ് മൗറ, റയൽ മാഡ്രിഡിൻ്റെ വിനി ജൂനിയർ. ഇതാണ് ഇപ്പോൾ ഏറ്റവും പുതുക്കിയ ബ്രസീലിൻ്റെ സ്ക്വാഡുള്ളത്. എന്തായാലും വിജയത്തോടുകൂടി ഡൊറിവാൾ ജൂനിയറുടെ കീഴിൽ അവർ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.